ഹായ്, വെൽക്കം ബാക്ക് ടു ഐഷാസ് ഫ്ലവേഴ്സ് ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? എന്തെല്ലാവരും പറയുന്നത്. പിന്നെ ഇന്ന് എറണാകുളത്തെ വീട്ടിലാട്ടോ. ഇന്നലെ രാത്രി 12:30 ആയപ്പോൾ ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വന്നപ്പോൾ ഒരു സാമ്പാർ ഉണ്ടാക്കാൻ വിചാരിച്ച് ഫ്രിഡ്ജിലുള്ള കഷ്ണങ്ങളൊക്കെ, അപ്പോൾ ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇന്ന് ഫ്രിഡ്ജൊക്കെ ക്ലീൻ ചെയ്ത് പുതിയ സാധനങ്ങളൊക്കെ ലുലുന്ന് വാങ്ങിയിട്ട് കൊണ്ടുപോയി അതിനകത്തേക്ക് വെക്കണം. അപ്പോൾ ഞാൻ വേഗം പരിപ്പ് വേവിച്ച് വെച്ചു. പരിപ്പ് വേവിച്ചതിന് ശേഷം വേഗം കുമ്പളങ്ങ ഉണ്ടായിരുന്നു, ക്യാരറ്റ്, വഴുതനങ്ങ, ഉള്ളി ഒക്കെ ഇട്ടിട്ട് സാമ്പാറും പൊടി ഇവിടെ ഉണ്ടാക്കി വെക്കാറാണ് ഞാൻ കേട്ടോ. രണ്ടും ഉണ്ട്, സാമ്പാറും പൊടി ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട്, ഇതാക്കുന്നുണ്ട്. അപ്പം ഞാനത് മിക്സിയിലേക്ക് ഇട്ട് ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഈ കഷ്ണങ്ങളിലൂടെ ഒഴിച്ചു ഞാൻ പരിപ്പ് വെന്തതിന് ശേഷം. അപ്പോൾ നമ്മൾ ഇന്ധനം ലാഭിക്കല്ലേ, അപ്പോൾ ഇന്ധനം ലാഭിക്കപ്പോൾ ഗ്യാസിലാണ് വയ്ക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഈ കുക്കറിൽ പരിപ്പ് വെന്തതിന് ശേഷം അതിനകത്തിട്ട് കഷ്ണങ്ങളൊക്കെ ഇട്ട് സാമ്പാറും പൊടി അതിനകത്തേക്ക് ഇട്ട് ഒന്ന് മിക്സിയിൽ അരച്ചെടുത്തു കേട്ടോ. തേങ്ങ ഒന്നും ഒഴിച്ചിട്ടില്ലേ, അരച്ച് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു. പിന്നെ എല്ലാവരും എന്ത് പറയുന്നു, ഇലക്ഷനായി മറ്റന്നാളല്ലേ. അപ്പോൾ എല്ലാവരും നാട്ടിലോട്ട് പോകുന്ന തിരക്കൊക്കെ ആയിരിക്കും. ഓരോരുത്തർക്ക് ഓരോ സ്ഥലങ്ങളിലായിരിക്കുമല്ലോ വോട്ടുണ്ടാക്കുന്നത് അല്ലേ. അവിടെ കുട്ടികൾ വിരുന്ന് വന്നിട്ടുണ്ട്. വിരുന്ന് വന്നല്ല, അവർ വെക്കേഷന് സ്കൂൾ പൂട്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഞാൻ കോഴിക്കോട് നിന്ന് വരാൻ കാത്തിക്കായിരുന്നു അവർ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അടുപ്പത്ത് വെച്ച് സാമ്പാർ ഞാൻ കുക്കറിലിട്ട് വേറൊരു കുക്കർ വെച്ചിങ്ങാണ്ട് ഞാൻ തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. അച്ചിങ്ങാപ്പയർ. അപ്പോൾ ഞാൻ പോകുമ്പോൾ തന്നെ ഫ്രീസറിൽ നുറുക്കി വെച്ചിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി നുറുക്കി ഫ്രീസറിൽ വെച്ച് അച്ചിങ്ങാപ്പയറായിരുന്നു. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് അതിന് ശേഷം അച്ചിങ്ങാപ്പയർ അതിനകത്തേക്ക് ഇട്ടു കേട്ടോ. നിങ്ങളെപ്പോഴും ഇങ്ങനെ കുറേ പച്ചക്കറി ഉണ്ടെങ്കിൽ കേട് വന്ന് പോകില്ലേ ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ. അപ്പോൾ എപ്പോഴും പച്ചക്കറി കൊണ്ടുവന്ന പാടിന് നന്നായിട്ട് വെള്ളത്തിൽ മഞ്ഞളൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം നല്ലോണം കഴുകി വെള്ളം വാലാൻ വെച്ച് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ന്യൂസ് പേപ്പർ മേശപ്പുറത്ത് ഒരു ചൈനക്ക് നല്ലോണം ഒക്കെ വെക്കുക. എന്നിട്ട് നന്നായിട്ട് ഫാനിട്ട് വെച്ച് നല്ലോണം വെള്ളം പോയ തുണി കൊണ്ട് ഒരു തുണി അതിനായിട്ട് മാറ്റി വെക്കണം. തോർത്തുമുണ്ട് പച്ചക്കറി തുടയ്ക്കാൻ വേണ്ടി പുതിയ തോർത്തുമുണ്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് നമ്മൾ തോർത്തുമുണ്ടൊക്കെ മാറ്റിയിട്ട് നമ്മൾ തുടച്ച് നമ്മൾ ഫാനിൻ്റെ ചുവട്ടിലോട്ട് വെച്ച് ഉണങ്ങിയതിന് ശേഷം കട്ട് ചെയ്ത് ഫ്രീസറിൽ വെച്ചാൽ നിങ്ങൾക്ക് ഒരു മാസം വരെയൊക്കെ നിൽക്കും. എന്നിട്ട് ഞാൻ ചെറിയ സവോള ഉണ്ടായിരുന്നു, ചെറുതാക്കി അതിനകത്തേക്ക് ഇട്ട് വേവിച്ചെടുത്തു. അപ്പോൾ ഞാൻ ടോപ്പ് ചെയ്തിട്ടാണ് വേവിച്ചത്. ഇത് കണ്ടോ, ഉടഞ്ഞിട്ടും ഒന്നുമില്ല. സ്റ്റീം വരാനാകുമ്പോൾ ഉപ്പേരിയൊക്കെ വയ്ക്കും, തോരനൊക്കെ വയ്ക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ഈ സ്റ്റീം വരാൻ നേരത്ത് ഓഫ് ചെയ്യണം. എന്നിട്ട് ഞാൻ തേങ്ങയും ഉള്ളിയും പിന്നെ അതുപോലെ തന്നെ പച്ചമുളകും കരിവേപ്പിലൊക്കെ ചതച്ചിട്ടിട്ട് ഇതിനകത്തേക്ക് ഇട്ട് തോരനാക്കാൻ. കുട്ടികൾക്ക് തോരനാകുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ. അപ്പോൾ അത് ഇതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് ഇളക്കി. കണ്ടോ, ഒട്ടും വെള്ളമില്ല, വിട്ട് നിൽക്കുന്നുണ്ടോ. നമ്മൾ എന്ത് സാധനം വയ്ക്കുമ്പോൾ ചെറിയ ഫ്ലെയിമിൽ വെക്കണം. അപ്പോൾ ആ ചെറിയ ഫ്ലെയിമിൽ വയ്ക്കുമ്പോൾ അതിനകത്തുനിന്ന് വെള്ളം ഒട്ടും ഒഴിക്കാനും പാടില്ല. പിന്നീട് അതിന് ശേഷം സാമ്പാറിലേക്ക് താളിച്ചൊഴിക്കണം. സാമ്പാറിലേക്ക് താളിച്ചൊഴിക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വത്തൽമുളക് ഇട്ട് കരിവേപ്പിലിട്ട് നമ്മൾ സാമ്പാർ താളിച്ചൊഴിച്ചു. അപ്പോൾ നമ്മൾ കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ പണിയെല്ലാം കഴിയും ചെയ്യും. നമുക്ക് ഇഷ്ടം പോലെ ഗ്യാസ് ലാഭിക്കുകയും ചെയ്യാം. ഗ്യാസ് കിട്ടാൻ ഗ്യാസ് കിട്ടുന്നത് വളരെ പ്രയാസമല്ലേ. ഇപ്പോൾ 45 ദിവസമൊക്കെ എടുക്കുന്നുണ്ടല്ലോ ഗ്യാസ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കുക. നമ്മൾ താളിച്ച് അതിനകത്തേക്ക് ഒഴിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, കുറച്ച് കായപ്പൊടി ഇടുക. നമുക്ക് ആവശ്യത്തിന് എത്രയാണോ കായപ്പൊടി വേണ്ടത് അത്രയിടുക. അപ്പം നമ്മൾ കുക്കറിൽ വെച്ചിട്ടും കഷ്ണങ്ങളൊന്നും ഉടഞ്ഞിട്ടില്ല, ഒരു വഴുതനങ്ങ പോലും ഉടഞ്ഞിട്ടില്ല. ഒരൊറ്റ സ്റ്റീം വരുമ്പോൾ തന്നെ ഓഫ് ചെയ്യണം നിങ്ങൾ കേട്ടോ. കുറേ സ്റ്റീമൊന്നും അടിക്കരുത്. ഇത് നമ്മൾ കായപ്പൊടി കലക്കിയതിന് ശേഷം ഇത് നമ്മൾ കുട്ടികൾക്കൊരു ചിക്കൻ പൊരിക്കാമെന്ന് വിചാരിച്ചൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിഞ്ഞാൽ നമ്മൾ 3-4 ദിവസം അടച്ചിട്ട് പോയത് കൊണ്ട് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ ക്ലീൻ ചെയ്യാൻ ആൾ വരുമ്പോഴത്തേക്ക് വേഗം ഭക്ഷണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതുണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളെ കുളിപ്പിച്ച് അവർക്ക് ഭക്ഷണം കൊടുക്കാമല്ലോ. ക്ലീനിങ് പിന്നെ ആ വഴിക്ക് അങ്ങനെ നടന്നു പോയിക്കോളുമല്ലോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ വാഷ് ചെയ്യാനും ഒക്കെ ഉണ്ട്. വെച്ചാൽ വെക്കേഷനായപ്പോൾ എല്ലാവരും പോയിരുന്നു. മക്കളൊക്കെ ഒരാൾ ട്രിവാൻഡ്രത്തൊക്കെ പോയിരുന്നു, അങ്ങനെ ഒരാൾ ചാവക്കാട് പോയിരുന്നു. അങ്ങനെ എല്ലാവരും ഓരോ സ്ഥലത്ത് പോയിട്ട് എല്ലാവരും ഇന്നലെ ഞായറാഴ്ചയാണ് തിരിച്ച് വന്ന്. ഞാനാണെങ്കിൽ എനിക്ക് കോഴിക്കോട് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സിസ്റ്ററുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്തു.
അത് കഴിഞ്ഞ് ഞാൻ ഇന്നലെയാണ് തിരിച്ചു വന്നത്, രാത്രിയിലാണ് എത്തിയത്. അപ്പം വീട് ഫ്ലാറ്റ് ആകുമ്പോൾ നമുക്ക് പൊടി പാറി വരും. പക്ഷെ നമ്മൾ സെക്കൻഡ് ഫ്ലോറിലാണ് നിൽക്കുന്നത്, 9th ഫ്ലോറുണ്ട്. അപ്പോൾ നമ്മൾ സെക്കൻഡിലാണ് നിൽക്കുന്നത്. അപ്പോൾ പൊടി പാറും നന്നായിട്ട്. അപ്പോൾ അതുകൊണ്ട് ക്ലീനിങ്ങിന് ആൾ വന്ന് ക്ലീൻ ചെയ്ത് തരും. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ആ ബെല്ലൈക്കൺ ഒന്ന് അമർത്തണേ. എന്നിട്ട് എൻ്റെ ചാനലിനെ പ്രോത്സാഹിപ്പിക്കുക എല്ലാവരും. പിന്നെ അങ്ങനെ ചിക്കൻ പൊരിച്ചതായി കഴിഞ്ഞു. ഇനി നമ്മൾ കുട്ടികൾക്ക് ചോറ് കൊടുക്കണം. ഓക്കെ, താങ്ക്സ്.